നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ വീഡിയോയ്ക്ക് ആധാരമെന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക മതപ്രഭാഷകൻ കബീർ ബാക്കവി ഉസ്താദിന്റെ ഒരു വാക്കാണ്. ഉസ്താദ് മതപ്രഭാഷണ പരമ്പരയ്ക്കിടയിൽ പറഞ്ഞ ഫേസ്ബുക്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ള വാർത്തയെക്കുറിച്ച് ഉസ്താദ് പ്രതിപാദിപ്പിക്കുകയുണ്ടായി. അതെന്താണെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ, ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ, അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. ഇതൊരു ഒരു ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പഗണ്ടയാണിത്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു, കംബോഡിയയിൽ പള്ളി കയറാനും അതില്ല, അവിടെയില്ല ഇവിടെയില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുവാൻ ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ റമളാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത്. നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ. ഇതൊരു ഇസ്ലാമോ ഫോബിയയുടെ പ്രോപ്പഗണ്ടയാണ്. നമ്മളതിൽ വീണു പോകരുത്. ഉസ്താദ് പറഞ്ഞത് 100% ശരിയാണ്. കേരളത്തിൽ ഇങ്ങനെയൊരു നുണപ്രചരണം നടത്തുന്നുണ്ട്. ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും മറ്റ് നവമാധ്യമങ്ങളിലായാലും ചൈനയിൽ പള്ളിയില്ല, ചൈനയിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, ചൈനയിൽ ബാങ്ക് വിളിയില്ല, ചൈനയിൽ നോമ്പ് പിടിക്കാൻ പാടില്ല എന്നൊക്കെ കള്ള പ്രചരണം ചില തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും റമദാൻ മാസത്തിലും കേരളത്തിൽ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഉസ്താദ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇത് ആരാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഉസ്താദ് പറഞ്ഞില്ല. തെറ്റ് ഉസ്താദ് ചൂണ്ടിക്കാട്ടി, പക്ഷെ ആ തെറ്റ് ചെയ്യുന്നവരാരാണെന്ന് ഉസ്താദ് പറഞ്ഞില്ല. ഉസ്താദ് മനസ്സിലാക്കാനുള്ളത്, കേരളത്തിൽ ഇങ്ങനെ ഒരു നുണപ്രചരണം നടത്തുന്നത് ലീഗുകാർ മാത്രമാണ്. ചില SDPIക്കാരും ഒക്കെ അത് പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും ഇത് നുണയാണെന്ന് അറിഞ്ഞിട്ടും 10 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ലീഗുകാരാണ്. അതായത് ഉസ്താദ് നല്ല രീതിയിൽ പൊക്കുന്ന നേതാക്കന്മാരുടെ അണികളാണ്. ഉസ്താദ് പല പ്രഭാഷണങ്ങളിലും CH നല്ല രീതിയിൽ പൊക്കി പറയാറുണ്ട്, പാണക്കാട് കുടുംബത്തെ നല്ല രീതിയിൽ പൊക്കി പറയാറുണ്ട്. അവരുടെ അണികളാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്. അവർ മാത്രമേ ഇത്രയും വലിയ നുണപ്രചരണങ്ങൾ നടത്താറുള്ളൂ. കാരണം എപ്പോഴും പറയാറുണ്ട് ലീഗും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന്. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു RSSകാരനും ഇങ്ങനെ ഒരു നുണപ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു BJPക്കാരനും ഒരു സംഘപരിവാറുകാരനും ഈ നുണ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉസ്താദ് ഒരുപക്ഷെ അറിയാൻ പറ്റും ഈ നുണ പ്രചരിപ്പിക്കുന്നത് ലീഗുകാർ മാത്രമാണ്. അവരെ ഈ പ്രവൃത്തി ചെയ്യുമെന്ന് ഉസ്താദ് പറയാനുള്ള ആർജവം കാണിക്കണം. പിന്നെ ഉസ്താദ് ഈ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ പോയി മതപ്രഭാഷണം നടത്തുമ്പോൾ ചിലപ്പോൾ ആ വേദിയിൽ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ വേദിയിൽ കാണും. അപ്പൊ ഉസ്താദ് നല്ല രീതിയിൽ CHനെയൊക്കെ വളരെ മനോഹരമായി പുകഴ്ത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല ഉസ്താദ്, ഈ CH തന്നെയല്ലേ അധികാരം കിട്ടാൻ വേണ്ടി ഇസ്ലാമിന്റെ അടയാളമായ ആണുങ്ങൾ പ്രവാചകന്റെ സുന്നത്ത് തലമുടി മറയ്ക്കൽ അതിനുപയോഗിക്കുന്ന തൊപ്പി ഊരി കോൺഗ്രസിന്റെ കാൽക്കീഴിൽ വെച്ചിട്ട് അധികാരം പങ്കിട്ടത്? ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ടോ, അനുശാസിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അധികാരത്തിന് വേണ്ടി ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോ അടയാളങ്ങളോ ആശയങ്ങളോ ആദർശങ്ങളോ പണയം വെക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഉസ്താദ് അടക്കം പല മതപണ്ഡിതന്മാരും മലപ്പുറം ഭാഗങ്ങളിലൊക്കെ മതപ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കുടുംബത്തിന്റെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിലെത്താൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന്. ഏത് കുടുംബത്തിന്റെ? ലീഗ് നേതൃത്വത്തിന് കൊടുക്കുന്ന കുടുംബത്തെ, പാണക്കാട് കുടുംബത്തെ. ഈ പാണക്കാട് കുടുംബത്തിലുള്ളവർ സ്വർഗത്തിൽ പോകുമെന്ന് ഉസ്താദിന് ഉറപ്പുണ്ടോ? നിങ്ങളെപ്പോലുള്ള മതപ്രഭാഷണ പരമ്പരകളിൽ നിന്നും മതപണ്ഡിതന്മാരിൽ നിന്നും ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരേ ഉള്ളൂ, അശറത്തുൽ മുബശ്ശിരീങ്ങൾ. നിങ്ങളെപ്പോലുള്ള മതപ്രഭാഷണ പരമ്പരകളിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഇത് പഠിച്ചിട്ടുള്ളത്. അതേ നിങ്ങൾ തന്നെ ഈ കുടുംബത്തിന്റെ പുറകെ പോയി സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് എന്തർത്ഥത്തിലാണ് ഉസ്താദെ നിങ്ങൾ പറയുന്നത്? ഞാനൊക്കെ ഒരു സാധാരണ മനുഷ്യനാണ്, എല്ലാം തികഞ്ഞവനല്ല, തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരു മനുഷ്യനാണ്. എനിക്കാരെയും നന്നാക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. നിങ്ങൾ അറിവ് പഠിച്ചവനാണ്, ഖുർആൻ പഠിച്ചവനാണ്, ഹാഫിലാണ്. ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ തന്നെ ചോദിക്കുകയാണ്, എന്തർത്ഥത്തിലാണ് ഇസ്ലാം മത വിശ്വാസികളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കള്ളന് കൂട്ടുനിൽക്കുന്ന, അഴിമതിക്കാരന് കൂട്ടുനിൽക്കുന്ന, പെണ്ണുപിടിയന്മാർക്ക് കൂട്ടുനിൽക്കുന്ന, യതീമായ മക്കളുടെ സ്വത്ത് അപഹരിച്ചു മാറ്റിയവന് കൂട്ടുനിൽക്കുന്ന, കട്ടവന് മത്സരിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ കട്ടവന്റെ മകന് മത്സരിക്കാൻ ചാൻസ് കൊടുക്കുന്ന ഈ നേതൃത്വത്തിന് ഈ പാണക്കാട് കുടുംബം എങ്ങനെയാണ് സ്വർഗത്തിലെത്തുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞാൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നൊന്നും നമുക്കിവിടെ വെച്ച് പറയാൻ പറ്റില്ല. അതൊക്കെ പടച്ചവനല്ലേ തീരുമാനിക്കുന്ന. അപ്പൊ ഇങ്ങനെ ഈ കുടുംബത്തിന്റെ പുറകെ പോയി പിന്നെ സ്വർഗത്തിലെത്താൻ കഴിയട്ടെ എന്ന് നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയല്ലേ? അപ്പൊ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ലീഗുകാർ. ആ ലീഗുകാരെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് നമ്മളൊക്കെ വെറും മണ്ടന്മാരാണെന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ട് പോകണം. അത് ഉസ്താദ് മാത്രമല്ല, കേരളത്തിലെ പല മതപണ്ഡിതന്മാരും മലപ്പുറം ഭാഗത്ത് പോയി മതപ്രഭാഷണം നടത്തിയാൽ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്,
ഇവരുടെ പുറകെ പോയി സ്വർഗത്തിലെത്താൻ കഴിയട്ടെ. ഉസ്താദെ, അങ്ങനല്ല നിങ്ങൾ മതപ്രഭാഷണ പരമ്പരകളിൽ പറയാനുള്ളത്. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച്, പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിച്ച്, ഖുർആൻ അനുസരിച്ച് ജീവിച്ച്, ഒരു യഥാർത്ഥ മുഅ്മിനീനായി ജീവിച്ച് നാളെ സ്വർഗത്തിലെത്താൻ കഴിയട്ടെ എന്ന് ഉസ്താദ് ദുആ ചെയ്യണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ വിശ്വാസികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ പുറകെ പോയിട്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറയുന്നതിന്റെ പച്ച മലയാളം കോണിക്ക് വോട്ട് കൊടുത്ത് സ്വർഗത്തിലെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ്. ഉസ്താദ് പറയാതെ പറയുന്നു. ഏത് കോണിക്ക് വോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകുന്ന ലീഗുകാർ പറയുന്നു, ഉസ്താദ് അത് പറയാതെ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പോൾ ഈ പരിപാടിയൊക്കെ അങ്ങ് നിർത്തണം ഉസ്താദെ. കാരണം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു സമയത്ത് രണ്ട് വഞ്ചിയിൽ പോകുന്നത് ശരിയല്ല. ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒന്നാണ്. ഒന്നിന്റെ പേരിലും അതിലൊരു വള്ളി പുള്ളി മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ ആശയങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു തരിക. പച്ച രാഷ്ട്രീയത്തെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മതപ്രഭാഷണം നടത്തുമ്പോൾ വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. വിശ്വാസികളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ അത് നിർത്തണം. ഞാൻ ഈ പറഞ്ഞതിൽ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയോ നന്നാക്കാനോ ശ്രമിച്ചതല്ല. എന്റെ കൺമുമ്പിൽ കണ്ട ഒരു തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. കാരണം നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഞാനും പറയുന്നു, എനിക്ക് പടച്ച റബ്ബിനെ മാത്രം പേടിച്ചാൽ മതി, ഒരു പടപ്പിനെയും എനിക്ക് പേടിക്കേണ്ടതില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട് എന്ന് കരുതി ഞാൻ എല്ലാം തികഞ്ഞവനല്ല. എനിക്ക് തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. പക്ഷെ എൻ്റെ നിലപാടും എൻ്റെ നട്ടല്ലും ഞാൻ ആരുടെയും മുമ്പിൽ പണയം വെക്കാറില്ല. ഒന്നിനു വേണ്ടിയിട്ടും ഞാൻ ആരെയും താങ്ങാറുമില്ല. എനിക്ക് അള്ളാഹയെ പേടിച്ചാൽ മതി എന്ന് കരുതി സ്വർഗവും നരകവും ഒക്കെ നാളെ റബ്ബ് തീരുമാനിച്ചോട്ടെ. എൻ്റെ മനസ്സിൽ എത്രത്തോളം ഈമാനുണ്ട് എന്നുള്ളത് അള്ളാഹ് തീരുമാനിച്ചോട്ടെ. അത് ലീഗുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് കുരുപൊട്ടി ഇബിലീസിന്റെ പണിയെടുക്കുന്ന കുറെ ലീഗുകാരുണ്ട്. അവർ വന്ന് ചെയ്യുന്നത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ രാഷ്ട്രീയം എന്ന് കരുതി പറയാനുള്ളത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറയണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം.